പ്രിയപ്പെട്ടവരെ, വളരെ സമാധാനപൂർണവും സന്തോഷകരവുമായി രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ വളരെ സുഖകരമായി നടന്നു പോകുന്ന ജീവിക്കുന്ന ഒരു നാടായിരുന്നു നമ്മുടെ കേരളം. അല്ലെങ്കിൽ ഇപ്പോഴുമാണ്, തർക്കമൊന്നുമില്ല. ഇടയ്ക്കുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ ശമിച്ചിട്ടുണ്ട്. ആ അസ്വാരസ്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മുനമ്പം സംഭവമായിരുന്നു. അതിനെ കത്തിച്ചു വിട്ട് ബോധപൂർവം സ്പർദ്ധയ്ക്കും വിദ്വേഷത്തിനും ഒരു കാരണമാക്കി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങളെ മുസ്ലിം വിഭാഗം എന്തോ ഉന്മൂലനം ചെയ്യാൻ പോകുന്നു, അവരെ തകർക്കാൻ പോകുന്നു, അവരുടെ എല്ലാം പിടിച്ചെടുക്കാൻ പോകുന്നു, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞ് അവരെ അങ്ങനെ വേദനിപ്പിച്ച് അവരെ അങ്ങനെ പ്രചരിപ്പിച്ച് അത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന വളരെ ശ്രദ്ധേയമായ ചില സംഗതികൾ നോക്കിക്കാണേണ്ടതുണ്ട്. അത് ഞാനൊന്ന് വായിക്കുന്നത് ഗുഡ്നസ് ടി വിയിൽ തന്നെ വന്നതാണ്, വേറെ ഏതെങ്കിലും മൗദൂദി ചാനലിൽ വന്നതല്ല. ഭാരതത്തിലെ ദളിത് ക്രൈസ്തവരുടെ ദശകങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അവകാശവാദങ്ങൾക്കും തിരിച്ചടിയായി സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഇനി മുതൽ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവർക്ക് പട്ടികജാതി പദവിക്ക് അർഹതയുണ്ടാവില്ലെന്ന് ജസ്റ്റിസ് PK മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഭാരതത്തിൽ പട്ടികജാതി പദവി അവകാശപ്പെടാൻ ഹിന്ദു, സിഖ്, ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ നിർണായക വിധി. ക്രിസ്തുമതത്തിൽ ഉൾപ്പെടെയുള്ള മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് പട്ടികജാതിക്കാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണാനുകൂല്യങ്ങൾക്കോ നിയമപരിരക്ഷയ്ക്കോ അർഹതയുണ്ടാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർഡറിലെ ക്ലോസ് 3 ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. ഹിന്ദുമതമല്ലാതെ മറ്റൊരു മതം വിശ്വസിക്കുന്ന ഒരാളെയും പട്ടികജാതി അംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഈ ക്ലോസ് വ്യക്തമാക്കുന്നു. സിഖ്, ബുദ്ധമതങ്ങളെ പിന്നീട് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ക്രിസ്ത്യൻ, ഇസ്ലാം മതവിഭാഗങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നിയന്ത്രണം സമ്പൂർണ്ണമാണെന്നും ഇതിൽ വിട്ടുവീഴ്ചകൾക്ക് സാധ്യമല്ലെന്നും കോടതി പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു പാസ്റ്ററുടെ കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. ക്രിസ്തുമതം സ്വീകരിച്ച് പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തി തനിക്കെതിരെ ഉണ്ടായ അക്രമങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇയാൾ ക്രിസ്തുമതത്തിലേക്ക് മാറിയതോടെ പട്ടികജാതി പദവി നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കില്ലെന്നുമുള്ളതാണ് ഹൈക്കോടതി വിധി. അത് സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നിർദ്ദിഷ്ടമല്ലാത്ത മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്താൽ ആ നിമിഷം മുതൽ സംവരണ പദവി ഇല്ലാതാകും. ഒരാൾക്ക് ഒരേ സമയം മറ്റൊരു മതം വിശ്വസിക്കുകയും അതോടൊപ്പം പട്ടികജാതി പദവി അവകാശപ്പെടുകയും ചെയ്യാൻ കഴിയില്ല. SC, ST പീഡനവിരുദ്ധ നിയമം ഉൾപ്പെടെയുള്ള ഒരു നിയമപരമായ ആനുകൂല്യവും മതം മാറിയവർക്ക് ലഭിക്കില്ല. സംവരണാനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മതം മാറുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അലഹാബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക ഉത്തരവ് വരുന്നത്. ഒരാൾ തൻ്റെ വിശ്വാസം മാറ്റിയാലും അയാൾ ജനിച്ച സമുദായം നേരിടുന്ന സാമൂഹ്യമായ വിവേചനങ്ങളും പിന്നോക്കാവസ്ഥയും മാറുന്നില്ലെന്ന വാദമാണ് ക്രൈസ്തവ സംഘടനകൾ ഉയർത്തുന്നത്. എന്നാൽ മതം മാറുന്നതോടെ ജാതീയമായ പിന്നോക്കാവസ്ഥ ഇല്ലാതാകുന്നു എന്ന കാഴ്ചപ്പാടാണ് കോടതി ശരിവെക്കുന്നത്. സിഖ്, ബുദ്ധ മതവിഭാഗങ്ങൾപ്പെട്ടവർക്ക് പട്ടികജാതി പദവി അനുവദിക്കുമ്പോൾ ക്രിസ്തുമതം ഒഴിവാക്കുന്നത് വിവേചനമാണെന്ന് സഭകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ നിലനിൽക്കെയാണ് പുതിയ വിധി വരുന്നത്. എങ്ങനെയുണ്ട്? നിയമനിർമ്മാണത്തിലൂടെ, പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിലൂടെ, സ്പെഷ്യൽ ആക്റ്റിലൂടെ എല്ലാം നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ച് റെഡിയാക്കി നിർത്താം എന്ന് വഖഫ് ഭൂമിയുടെ വിഷയം കത്തി നിൽക്കുമ്പോൾ വന്ന് വാഗ്ദാനവും ഉറപ്പും നൽകി കടന്നുപോയവരെ, അന്ന് അവരുടെ വാക്കുകൾ കേട്ട് വിദ്വേഷം ആളിക്കത്തിക്കാൻ വേണ്ടി ഇപ്പോഴൊന്നുമല്ലാത്ത പണ്ടെങ്ങോ ഉണ്ടായിപ്പോയ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിച്ചവരുടെ ഒക്കെ മുന്നിലാണ് ഈ വിധി. എന്തിനാണ് ഈ വിധി? ഈ വിധി വരുന്നതോടുകൂടി മതം മാറ്റ നിയമം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് പൂർണ്ണമായും പല സ്ഥലങ്ങളിലും അടച്ചു. ഇനി ആരെങ്കിലും ലവ് ജിഹാദിൻ്റെ പേര് പറഞ്ഞാണ് അടച്ചത്. ഇനി ആരെങ്കിലും ഒരാൾ മാറാൻ ആഗ്രഹിച്ചാൽ അവൻ്റെ സാമ്പത്തികവും സംവരണവും കിട്ടില്ല എന്നൊരൊറ്റ വാദം വെച്ച് അവനെ അതിൽ തടയാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിധിവിശേഷം. ഇവിടെ പല ക്രൈസ്തവ സമുദായ സംഘടനകളും അതുപോലെ അതിൻ്റെ ആളുകളുമൊക്കെ ഈ BJPയോടും അതിൻ്റെ നേതാക്കളോടുമെല്ലാം നിയമനിർമ്മാണം നടത്തി ഞങ്ങൾക്കെല്ലാം തരണേ എന്ന് പറയുകയും തരാമല്ലോ എന്ന് പള്ളിമേടയിലൊക്കെ കയറി ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഇതങ്ങ് ഊരിയെടുത്ത് മാറ്റിയത്. ഒന്ന് പ്രതികരിക്കണം എല്ലാവരും. ഇത് നല്ലതാണോ, അല്ലെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നതാണോ അല്ലയോ എന്ന്. വിധി പറഞ്ഞിരിക്കുന്നത് മൗദൂദികളാരുമല്ല, രാജ്യത്തിൻ്റെ കോടതികളാണ്. അപ്പോൾ
ഈ കാണിക്കുന്ന നിങ്ങളെ കാട്ടിത്തരുന്ന ശത്രുവും യഥാർത്ഥ ശത്രുവും തമ്മിലുള്ള വ്യത്യാസം ഇനിയെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ നന്നായേനെ. അത്രയേ ഉള്ളൂ.